സാമഗ്രികളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ എന്താ ചെയ്യാൻ പോണെന്ന്. ഇന്ന് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കാം. നൂലിന് പകരം ക്രാഫ്റ്റ് വയർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇതിന്റെ പേരാണ് നോസ് പ്ലേയേഴ്സ്. ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. ഇതാ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. എന്നിട്ട് അതിന്റെ അറ്റത്ത് ഈ ഒരു ബീഡ് കോർത്തെടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ക്രിമ്പ് ബീഡ്. ബീഡ്സുകൾ താഴോട്ട് ഇറങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചു കൊടുത്തത് കേട്ടോ. ജ്വല്ലറി മേക്കിംഗ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഐഡിയാസ് തപ്പാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴാണ് വൈഫൈ കട്ടായ വിവരം അറിയുന്നത്. പിന്നെ എന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി അങ്ങ് പുറത്തെടുക്കേണ്ടി വന്നു. പണ്ടൊക്കെ മുത്തൊക്കെ വെച്ചിട്ട് ബ്രേസ്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവസാനം കൊളുത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൗണ്ടിലുള്ള സാധനം അതിന്റെ അറ്റത്ത് കെട്ടി കൊടുക്കണ്ട കേട്ടോ. സ്വന്തം ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്താണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കാല്ലേ. പിന്നെ ഈ ബീഡ്സ് കോർത്ത് വന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇനിയും കുറെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.